നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒമാൻ്റെ തലസ്ഥാനമായ മസ്കറ്റിൽ നിന്നും ഇവിടുത്തെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റായ മത്ര ഫിഷ് മാർക്കറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മത്ര എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. പഴയ കാലങ്ങളിൽ മസ്കറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിരുന്നു. അതൊരു പോർട്ടാണ്, മത്ര പോർട്ട്. മത്ര ഇപ്പോഴും അതിൻ്റെ പൗരാണികമായ ആ പ്രൗഢിയിൽ അങ്ങനെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ മത്രയെ റെനോവേറ്റ് ചെയ്യാനുള്ള ഒരുപാട് പദ്ധതികളുണ്ടെന്ന് ഇങ്ങനെ വാർത്തകളിലൊക്കെ കണ്ടിരുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് മത്ര എന്ന് പറയുന്ന ഏരിയ. ഇത് മത്രയിലേക്കുള്ള പാതയാണ്. നോക്കൂ എത്ര മനോഹരമായിട്ടാണ്. മരുഭൂമിയാണെങ്കിലും രണ്ട് സൈഡിലും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച്, പുൽത്തകിടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് എല്ലാം മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ ഇതൊക്കെ പ്രകൃതി കനിഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും അതിനെ വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ മനുഷ്യരും തയ്യാറാവുന്നില്ല. ഇത് ഒരു സിറ്റിക്കകമാണെന്ന് വിചാരിക്കണം. എങ്കിലും ഒരുപാട് കെട്ടിടങ്ങളുടെ ബഹളമോ ഒന്നും തന്നെ ഇല്ല. പ്രകൃതിയുടെ മനോഹാരിത നമുക്ക് ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ട് പോവാം. ഈ റോഡിന് പരമാവധി 100 കിലോമീറ്റർ സ്പീഡാണ്. 100 ആണെങ്കിൽ തന്നെയും നമുക്ക് 119 വരെ പോകാം. 120 ടച്ച് ചെയ്യരുത്. ടച്ച് ചെയ്താൽ അന്നേരം ക്യാമറ അടിക്കും. എല്ലാ 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിനുള്ളിൽ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സ്പീഡ് വളരെ കൺട്രോൾ ചെയ്ത് പോകണം, അല്ലെങ്കിൽ ക്യാമറ കൊണ്ട് ബഹളമായിരിക്കും. കണ്ടില്ലേ ഇവിടുത്തെ മലകൾ, മരങ്ങളൊന്നും ഇല്ലാത്ത മലകൾ, എല്ലാം പാറയാണ്. അതിലൊരു പുൽനാമ്പ് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം മലകളുടെ ഒരു വിരസത ഒഴിവാക്കാനായിരിക്കാം ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടെ എല്ലാം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ആ മരങ്ങളാണ് നമ്മളെപ്പോലുള്ള മലയാളികൾക്കൊരു ആശ്വാസം. പച്ചിപ്പ് കാണുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഫീലാണ്. മലയൊക്കെ അങ്ങനെ തുറന്നിട്ടാണ് ഇവിടെ റോഡുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ മല വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം മണ്ണിടിച്ചിൽ, കല്ല് ഇടിഞ്ഞ് വീഴുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഈ മനോഹരമായ പാതയുടെ സൗന്ദര്യം ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. മസ്കറ്റിന് പൊതുവെ 2 നിറങ്ങളേ ഉള്ളൂ. ഒന്ന് ഈ മലയുടെ നിറം, പിന്നെ കെട്ടിടങ്ങളുടെ വൈറ്റ് നിറം. ഇതാ കാണുന്നില്ല, ആ സൈഡിൽ കാണുന്നത് ഇവിടുത്തെ കടൽ തീരമാണ്, ബീച്ചാണ്. അങ്ങനെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഫ്ലൈ ഓവറിൻ്റെ സമീപത്തേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ച് നമുക്ക് 2 റോഡ് സ്പ്ലിറ്റ് ആവുകയാണ്. ഒന്ന് മത്രയിലേക്കുള്ളതും മത്ര പോർട്ടിലേക്കുള്ളതും, ഒന്ന് വാദി കബീർ എന്ന് പറയുന്ന സ്ഥലത്തേക്കുമാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ ഫ്ലൈ ഓവറിലൂടെ മത്രയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഈ മലകൾക്കിടയിലൂടെ പോകുമ്പോൾ ഏതോ ചൊവ്വാഗ്രഹത്തിലൂടെ പോകുന്നൊരു ഫീലാണ്. മരങ്ങളൊന്നുമില്ല. ഇവിടെ ഒരേ ടൈപ്പിലുള്ള മരങ്ങളാണ് എല്ലായിടത്തും ഉള്ളത്. അങ്ങനെ നമ്മൾ മത്ര സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കവാടങ്ങൾ പലയിടങ്ങളിലും കാണാൻ കഴിയും. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലോട്ട് കയറുന്നതിന് മുന്നേ ഇത്തരം കവാടങ്ങൾ ഇവിടെ ഒരു പതിവാണ്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ പാലസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഇവിടെ ഒമാനിൽ. ഇവിടുത്തെ നീറ്റ്നെസ്സാണ് നമ്മളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത്. എവിടെയും ഒന്നും ചപ്പോ ചവറോ ഒന്നും കാണാൻ കഴിയില്ല. പിന്നെ കളർ തീമും വൈറ്റ് ബിൽഡിങ്ങുകളും, അതിമനോഹരമായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റിങ്സൊക്കെ ഉണ്ട്. രാത്രി കാലങ്ങളിൽ ഇതുവഴി പോകുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടി കൂടി ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. വളരെ ആൻറ്റിക് സ്റ്റൈലിലുള്ള ലൈറ്റിൻ്റെ പോൾസാണ്, അത് മനോഹരമാണ്.
ഇതാണ് ഇവിടുത്തെ റൗണ്ട് ബോട്ട്. കണ്ടില്ലേ ഈ കെട്ടിടങ്ങളൊക്കെ ഇവിടുത്തെ ആ പഴയ സൂക്കെന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, ആ ഒരു ശൈലിയിലുള്ള ഒമാൻ്റെ തനതായിട്ടുള്ള വാസ്തുശില്പ ശൈലിയിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ മത്ര പോർട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. ഇതാണ് ആ കപ്പലുകളൊക്കെ കണ്ടില്ലേ. ഈ കപ്പൽ ഇവിടുത്തെ ഒരു സ്ഥിര സാന്നിധ്യമാണ്, നമുക്ക് സ്ഥിരമായിട്ട് അതവിടെ കാണാൻ കഴിയും. അങ്ങനെ ഈ റൗണ്ട് ബോട്ട് തിരിഞ്ഞ് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്. നമ്മൾ ആദ്യം കാണുമ്പോൾ വിചാരിക്കും ഇതുവല്ല ബസ് സ്റ്റാൻഡോ എയർപോർട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നു. പക്ഷേ ഇത് ഇവിടുത്തെ മീൻ മാർക്കറ്റാണ്, മീൻ ചന്തയാണ്. നോക്കൂ എത്ര മനോഹരമാണ് ഇവിടുത്തെ മീൻ ചന്ത. നമ്മുടെ നാട്ടിൽ മീൻ ചന്തയിൽ പോയി കഴിഞ്ഞാൽ മൂക്കൊത്താതെ നമുക്കവിടെ പോകാൻ കഴിയില്ല. പക്ഷേ ഈ മീൻ ചന്തയിൽ വന്നാലോ, നല്ല പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിമനോഹരമാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, ഈ കാണുന്നതാണ് മത്രയിലെ മീൻ ചന്ത. അങ്ങനെ നമ്മൾ മാർക്കറ്റിനകത്ത് കയറിയിരിക്കുകയാണ്. കണ്ടില്ലേ വിവിധങ്ങളായിട്ടുള്ള മത്സ്യങ്ങൾ അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അയിലയാണ്. ഇവിടുത്തെ ഒമാനികൾ തന്നെയാണ് കൂടുതലും ഇതിലെ കച്ചവടക്കാരൊക്കെ. ബംഗാളീസും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. വളരെ നീറ്റാണ്, ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. വിദേശികളും ഒക്കെ ഇവിടെ വരുമ്പോൾ ഈ മാർക്കറ്റ് സന്ദർശിക്കാറുണ്ട്. ഇത് ഇവിടുത്തെ ഒരു അട്രാക്ഷനാണ്. വളരെ ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്, യാതൊരു പ്രശ്നമില്ലാത്ത. നമ്മുടെ നാട്ടിലെ അമോണിയം മീനല്ല, നല്ല ഒന്നാന്തരം മീൻ, അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, നല്ല വിഷമൊന്നും ഇല്ലാത്ത അടിപൊളി മീൻ കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ. രാവിലെ വരണമെന്നേ ഉള്ളൂ. കൂടുതലും ഫ്രൈഡേ സാറ്റർഡേ സമയങ്ങളിൽ ആണ് ഞങ്ങളിവിടെ വരാറുള്ളത്. ഇവിടെ വന്ന് മീനൊക്കെ വാങ്ങിയിട്ട് പോകും. നല്ല രുചിയുള്ള അനവധി മീനുകളുണ്ട് ഇവിടെ. ട്യൂണ ഒരു പ്രധാന ഇനമാണ്. വളരെ വില കുറച്ച് നമുക്ക് കിട്ടും. മറ്റ് സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുന്നതിനെക്കാട്ടിലും വില കുറച്ച് നമുക്ക് മീനൊക്കെ കിട്ടും. കൊഞ്ചൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെല്ലാം തരും. അതിന് അഡീഷണൽ കോസ്റ്റ് കൊടുത്താൽ മതി, 500 പൈസ കൊടുത്താൽ മതി. അവർ കട്ട് ചെയ്തൊക്കെ തരും മനോഹരമായിട്ട്. കണ്ടില്ലേ ഇവിടുത്തെ ഒരു വൃത്തി നോക്കൂ, ഇത്ര മനോഹരമാണ്. നമ്മുടെ കേരളത്തിന് ഇത് മാതൃകയാക്കാവുന്നതാണ്. ഇത്തരം മീൻ ചന്തകളാണ് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും വേണ്ടുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനിയും ഇത്തരം വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.